ഇതാണ് നമ്മൾ ഇന്നലെ രക്ഷിച്ച ആ ജീവന്റെ കഥ കേട്ടോ. ഇതേ നോക്കി കാലിൽ അതൊരു പ്ലാസ്റ്റിക് കേബിൾ കുരുങ്ങിയിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളമായി അങ്ങനെ ഒരു നരകയാതന അനുഭവിക്കുന്ന ഒരു പാവം മിണ്ടാപ്രാണി. ഒന്ന് പറയാനോ സ്വന്തം വേദന ഒന്ന് പങ്കിടാനോ കഴിയാണ്ട് ദുരവസ്ഥ അനുഭവിക്കുന്ന ഒരു മിണ്ടാപ്രാണി. മനുഷ്യന്റെ അവസ്ഥയാണെന്നെങ്കിലും ഇന്ന് എന്നോ രക്ഷപ്പെട്ടേനല്ലേ. ആ വിറകുപുരല്ലേ അതിന്റെ ഉള്ളിലാണ് ആള് കിടക്കുന്നത് കേട്ടോ. നമ്മളൊരു നിഴൽ കണ്ടാൽ ഒരു കാൽച്ചൂട്ടിൽ ഒരു ഇല അനങ്ങിയാൽ അവർ ഈ സമയത്ത് പെട്ടെന്ന് ജാഗ്രതയോടെ ഓടിപ്പോകും. അതുകൊണ്ട് തന്നെ ഓരോ ചൂടും ഞാൻ ചെരുപ്പുകൾ ഊരി പമ്മി പമ്മി പമ്മിയാണ് പോയത്. ഇത് കുമ്പിടിയിലൊരു കേസായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു ചേട്ടനായിരുന്നു എന്നെ വിളിച്ചറിച്ച്. അവിടെ ആ ചേട്ടനും വേറെ വേറെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. എന്തായാലും അവരൊക്കെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ കരുതിയത് ഇരുമ്പിന്റെ കേബിൾ ആയിരുന്നു, ബ്രേക്ക് കേബിൾ ആയിരുന്നു എന്നാണ്. പക്ഷെ പിന്നീട് അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതൊരു പ്ലാസ്റ്റിക് നൂലായിരുന്നു, കങ്കൂസ് നൂല് എന്നൊക്കെ പറയും. അതിന്റെ 3 ലെയറുകളായിട്ടായിരുന്നു ആ കുരുക്കിട്ട. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ് കേട്ടോ. ക്രൂരത പറഞ്ഞ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, മാപ്പറിയിക്കാത്ത മനുഷ്യന്റെ ക്രൂരത. പ്രതിഫലം മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആന്റിബയോട്ടിക്കുകൾ കൊടുത്തു, മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്തു. എന്തായാലും പുള്ളിക്കാരൻ നമ്മൾ സഹകരിച്ച് തന്നെ കിടന്നിട്ടോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. മരുന്നുകൾ അപ്ലൈ ചെയ്തു, റിലീസ് ചെയ്തു. കാരണം ഇനി മുറിവുകളൊക്കെ പുള്ളി ഈ കേബിള് ശരീരത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ മുറിവുകളൊക്കെ താനെ അത് നക്കിയിട്ട് തന്നെ ഉണക്കും. ആന്റിബയോട്ടിക്കും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. അവർക്കും ആ മിണ്ടാപ്രാണിക്കും സുഖമായി. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് മിണ്ടാപ്രാണികളെ രക്ഷപ്പെടുത്താനുണ്ട്. ഈ യാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പുതിയ ഷെൽട്ടറിനായിട്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നന്മയുടെ ഭാഗമാകുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം.